അനുസരണക്കേട് മൂലം ഉപ്പുതൂണായി മാറിയ ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 19 അധ്യായമാണ് ഈ കഥ പറയുന്നത്. അബ്രഹാത്തിന്റെ സഹോദരനായിരുന്നു ലോത്ത്. അവർ ഒരുമിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോത്തിന്റെ ഭൃത്യന്മാരും അബ്രഹാത്തിന്റെ ഭൃത്യന്മാരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. തുടർന്ന് അവർ സ്വത്ത് ഭാഗം വെച്ച് പിരിയാൻ തീരുമാനിക്കുന്നു. ലോത്ത് ഏറ്റവും ഫലപുഷ്ടമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ദൈവം അനുഗ്രഹിച്ചത് അബ്രാഹിമിനെ ആയിരുന്നു. ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരുപാട് തിന്മകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ 2 ദേവദൂതന്മാർ ലോത്തിനെ സന്ദർശിക്കുന്നു. അവർ ലോത്തിനോട് പറഞ്ഞു, ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. എന്നാൽ ലോത്ത് നീതിമാനായതുകൊണ്ട് ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. ഒരു കാരണവശാലും പിന്തിരിഞ്ഞ് നോക്കരുത്. കർത്താവ് ആകാശത്ത് നിന്ന് ലോത്ത് ജീവിച്ചിരുന്ന സോദോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധവും വർഷിച്ചു. ലോത്ത് ഉപേക്ഷിച്ചു പോന്ന ആ പട്ടണങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ ഈ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. എന്താണ് ഈ ബൈബിൾ കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? ദൈവം പല അവസരങ്ങളിൽ പല വ്യക്തികളിലൂടെ നമ്മെ ചില കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ദൈവം നമുക്ക് പുറത്തു തന്ന പാപങ്ങളിലേക്കും തഴക്കദോഷങ്ങളിലേക്കും തിരിച്ചു പോകാതിരിക്കുക. നാം ദൈവത്തെ പ്രതി ഉപേക്ഷിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴെല്ലാം നമ്മൾ ദൈവിക ചൈതന്യം ഇല്ലാത്ത വെറും ഉപ്പുതൂണുകളായി തീരും എന്നത് തന്നെ.